ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനത്തിന് വാത്സല്യമുള്ളവരെ, അബുദാബി മാർത്തോമാ ഇടവക സഭയ്ക്കെന്നും അഭിമാനപൂരിതമായ ഒരിടവകയാണ്. ആ ഇടവകയുടെ വളർച്ചയിലും ഉയർച്ചയിലും നിലനിൽപ്പിലും ഒരു ദേവാലയ നിർമ്മാണത്തിലുമൊക്കെ എനിക്കും പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുഗ്രഹകരമായി നിലനിൽക്കുന്നുവെന്ന് കാണുന്നതും കേൾക്കുന്നതും സന്തോഷം തന്നെ. റാന്നി മുതൽ കാസർഗോഡ് വരെ നീളമുണ്ടായിരുന്നു കോട്ടയം റാന്നി ഭദ്രാസനം. 33 വർഷത്തിനു ഉള്ളിലാണ് റാന്നി നിലയ്ക്കൽ എന്ന പേരിൽ നമുക്കൊരു പുതിയ ഭദ്രാസനം ഉണ്ടായത്. ഈ ഭദ്രാസനത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഈ കാലയളവിലെല്ലാം അബുദാബി ഇടവയ്ക്ക് സഹായിക്കാനും സഹകരിപ്പാനും ദൈവം കൃപ ചെയ്തു. ഈ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നിസ്സഹായരായ അനേക ആളുകൾക്ക് വിവിധങ്ങളായ തലങ്ങളിൽ സഹായവും സഹകരണവും സ്നേഹവും വഴിഞ്ഞു കൊടുക്കാൻ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ദൈവം തുണയ്ക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. കുട്ടികൾ, സ്ത്രീകൾ, അശരണരായവർ, മദ്യപാന രോഗികൾ, മനോരോഗികൾ, ഇങ്ങനെ പല തലങ്ങളിൽ പല തുറയിൽപ്പെട്ട ആളുകളെ ഈ ദൈവസ്നേഹത്തിൽ ശുശ്രൂഷിപ്പാൻ ഈ കാലയളവിലെല്ലാം ദൈവം നമ്മെ സഹായിക്കുന്നു. 130 ഇടവകളുള്ള ഈ ഭദ്രാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടവകയാണല്ലോ അബുദാബി മാർത്തോമാ ഇടവക. ഈ കാലയളവിലെല്ലാം ഈ സ്നേഹ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിർലോഭമായ സഹായത്തിന് സഭയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. സുവിശേഷം കൂടെ പറയണം, അതിൻ്റെ ഉപയോക്താക്കളായ ആളുകൾ തീർക്കണം. അങ്ങനെയാണ് ഒറീസയിലുള്ള കലഹണ്ടി എന്ന സ്ഥലത്ത് ഈ ഭദ്രാസനം ഒരു വേല ആരംഭിച്ചത്. എത്രയോ മിഷണറിമാരാണ് അവിടെയുള്ളത്. ആദ്യമായി യേശുവിനെ കേട്ട അനേകരുടെ മധ്യത്തിലാണ് നാം ഈ വേല ചെയ്യുന്നത്. 48 ലക്ഷം രൂപ ഒരു വർഷം ആവശ്യമുള്ള ഒരു വലിയ ശുശ്രൂഷ അത് നടപടിയായി നിർവഹിക്കാൻ ഈ കാലയളവിലെല്ലാം ദൈവം നമ്മെ സഹായിക്കുന്നു. ഭദ്രാസനത്തിന് സ്തോത്ര ശുശ്രൂഷയിലും ഭദ്രാസനത്തിന് വേണ്ടിയുള്ള പ്രത്യേക ധനശേഖരണത്തിലും ഔദാര്യമായി നിങ്ങൾ പങ്കെടുക്കണം. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുന്നതിനും ദൈവരാജ്യം കെട്ടുപണി ചെയ്യുന്നതിനും നമുക്കുള്ള ദൈവസ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനും അത് മുഖാന്തരമാകും. ദൈവകൃപയും ദൈവാനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ ഇരിക്കട്ടെ. സ്വർഗം തുറന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം നമുക്ക് തൊടാം. കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ആ പ്രത്യേക സ്ഥലത്ത് അനുഗ്രഹീതമായി ജോലി ചെയ്യുവാനും കുടുംബജീവിതം ചെയ്യുവാനും ആരാധിപ്പാനും സ്വർഗത്തിലെ ദൈവം വാത്സല്യമുള്ള മക്കളെ നിങ്ങൾക്ക് തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്മകൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ. മലയോര റാണി എന്നറിയപ്പെടുന്ന റാന്നി മേഖലയിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ 13 ഭദ്രാസനങ്ങളിൽ ഒന്നായ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ദൈവരാജ്യ ശുശ്രൂഷയിൽ 33 വർഷം പൂർത്തീകരിക്കുന്നു. 1990 ആരംഭിച്ച ഭദ്രാസനം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉൾപ്പെട്ട 12 സെന്ററുകളിലായി 129 ഇടവകകളും ഒരു കോൺഗ്രിഗേഷനും ഗൾഫ് മേഖലയിലെ അബുദാബി ഇടവകയും ഉൾപ്പെടുന്നു. ഭദ്രാസന ആസ്ഥാനമായി ഡോക്ടർ തോമസ് മാർ അദനേഷ്യസ് മെമ്മോറിയൽ മാർത്തോമാ സെന്റർ ഓഫീസും തപോവൻ അരമനയും റാന്നി വൈക്കത്ത് അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്നു. ഭദ്രാസന അധ്യക്ഷനായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തയുടെ സുധീരമായ നേതൃത്വം ഭദ്രാസന പ്രവർത്തനങ്ങൾക്ക് ഓജസ്സും ചൈതന്യവും പകർന്നു നൽകുന്നു. റവറൻ തോമസ് കോശി പനച്ചിമൂട്ടിൽ ഭദ്രാസന സെക്രട്ടറിയായി നിസ്തുല്യ സേവനം നൽകുന്നു. ശ്രീ അനു ഫിലിപ്പ് പുതുശ്ശേരിമല ഈ കാലയളവിൽ ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ട്രഷററായി പ്രവർത്തിക്കുന്നു. റവറൻ അരുൺ തോമസ് ഇലന്തൂർ ബിഷപ്പ് സെക്രട്ടറിയായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. കലഹാണ്ടി മിഷൻ ഒറീസയിലെ കലഹാണ്ടിയിൽ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമമായ ഉരുളാദാനിയിൽ 2000 ആരംഭിച്ച മിഷൻ പ്രവർത്തനം ഇന്ന് ഏറെ പുരോഗതിയിൽ തുടരുന്നു. 22 ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടക്കുന്നത്.
നിലവിൽ 2 പ്രോജക്റ്റുകൾ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഒരു ഗ്രാമജ്യോതി സ്കൂൾ, 6 ബാലവാടികൾ, അതിനോട് ചേർന്ന് 2 ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നു. ആരാധന, പ്രാർത്ഥനായോഗങ്ങൾ, റിവൈവൽ മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന, ഭവന സന്ദർശനം, കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി പ്രത്യേക സന്ദർശനം, ബൈബിൾ ക്ലാസ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നീ പ്രവർത്തനങ്ങളിലൂടെ മിഷൻ സജീവമായി പ്രവർത്തിക്കുന്നു. 2 ടീം ലീഡേഴ്സും 22 സുവിശേഷകരും ഉൾപ്പെട്ട 24 പേർ കലഹാണ്ടിയിൽ പ്രവർത്തിക്കുന്നു. ആവശ്യങ്ങൾ: 6 ചാപ്പലുകൾ അത്യാവശ്യമായി പണിയേണ്ടതുണ്ട്. അബുദാബി മാർത്തോമ ഇടവക മിഷൻ നേതൃത്വം നൽകുന്ന ഒഡീഷയിലെ നബരംഗ്പൂർ ജില്ലയിൽ കോബഗുഡ എന്ന സ്ഥലത്ത് 2012 ആരംഭിച്ചതാണ് ഉത്കൽ മാർത്തോമ പ്രോജക്റ്റ്. ജീവിതം വ്യത്യസ്ത കാരണങ്ങളാൽ ബാല്യത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്നു. ഡേ കെയർ, എഡ്യൂക്കേഷൻ എന്നീ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നത്. പ്രത്യാശാ ഭവൻ അഞ്ചുകുഴി. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വല്യമെത്രാപ്പൊലീത്തയുടെ 80ാം ജന്മദിനത്തോട് ചേർന്ന് റാന്നി അഞ്ചുകുഴിയിൽ ഭദ്രാസനത്തിന്റെ സ്നേഹോപഹാരമായി ആരംഭിച്ച മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രമാണ് ഹാഫ് വേ ഹോം എന്ന പ്രത്യാശാ ഭവൻ. കേരളത്തിലെ വിവിധ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ചികിത്സ ലഭിച്ച് മാനസിക രോഗത്തിൽ നിന്നും വിമുക്തി നേടിയവരെ പുനരധിവസിപ്പിച്ച് തുടർ ചികിത്സയും പരിചരണവും നൽകുന്ന സ്ഥാപനം. ആവശ്യങ്ങൾ: മാനസിക ആശുപത്രി ആരംഭിക്കുന്നതിനുള്ള തീരുമാനം നടപ്പിലാക്കേണ്ടതുണ്ട്. നവജീവൻ കേന്ദ്രം മലയാലപ്പുഴ. സഭയിൽ ആദ്യമായി ലഹരിക്കെതിരെ മലയാലപ്പുഴയിൽ 1989 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് നവജീവൻ കേന്ദ്രം. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായ രോഗികൾക്ക് 21 മുതൽ 31 ദിവസം വരെ നീണ്ടുനിൽക്കുന്ന ചികിത്സ നൽകുന്നു. 100ഓളം ആളുകളെ ഗീവർഗീസ് മാർ അഥനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത മെമ്മോറിയൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ പുനരധിവസിപ്പിക്കുന്നു. ഫിലിം ഷോ, തെരുവ് നാടകം, ലഘുലേഖകൾ, പോസ്റ്ററുകൾ എന്നീ മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു. ആവശ്യങ്ങൾ: അടുക്കള നവീകരണം, 2 വീലർ, ജനറേറ്റർ. പ്രതീക്ഷാഭവൻ ചീങ്കൽത്തടം മൈലപ്ര. സാമ്പത്തിക പരാധീനതകൾക്കും സാമൂഹിക ഒറ്റപ്പെടലുകളും നിമിത്തം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന സ്ഥാപനമാണ് മലയാലപ്പുഴ ചീങ്കൽത്തടത്തിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഭവൻ. പാർക്കുവാൻ ഭവനമില്ലാത്തവരും സംരക്ഷിക്കപ്പെടേണ്ടവർ തള്ളിക്കളഞ്ഞവരുമായ 23 മാതാപിതാക്കൾ ഇവിടെ പാർക്കുന്നു. കൃപാഭവൻ വയലത്തല. ബുദ്ധിവളർച്ചയിൽ വ്യത്യസ്തതയുള്ള 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 2008 ആരംഭിച്ച സ്ഥാപനമാണ് വയലത്തലയിലുള്ള കൃപാഭവൻ. 9 പേർ ഇവിടെ താമസിക്കുന്നു. ആവശ്യങ്ങൾ: സ്ഥാപനത്തിന്റെ അടച്ചുറപ്പിന് ഭദ്രമായ ഒരു ചുറ്റുമതിൽ അത്യാവശ്യമായി നിർമ്മിക്കേണ്ടതുണ്ട്. കൊക്കാത്തോട് മിഷൻ. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്നും 22 കിലോമീറ്റർ അകലെ വനത്താൽ ചുറ്റപ്പെട്ടതായ കൊക്കാത്തോട് ദേശത്ത് മലങ്കര മാർത്തോമ സുറിയാനി സഭ മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 35 വർഷം പിന്നിടുന്നു. ഒരേക്കർ ഇമ്മാനുവേൽ, കറ്റിക്കുഴി എബനസർ, കോട്ടാമ്പാറ ചാപ്പൽ എന്നീ ആരാധനാലയങ്ങളിലായി 55 കുടുംബങ്ങൾ ഇടവകാംഗങ്ങളായും 3 കുടുംബങ്ങൾ അന്വേഷകരായും ഇന്ന് കൂടിവരുന്നു. പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കൊക്കാത്തോട്. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെയും ദുബായ് മാർത്തോമ യുവജന സഖ്യത്തിന്റെയും സംയുക്ത സംരംഭമായി 2008 നവംബർ 1 കൊക്കാത്തോട് മിഷന്റെ വികസനത്തിനു വേണ്ടി ആരംഭിച്ച പ്രോജക്റ്റാണിത്. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി 94 കുട്ടികൾക്ക് ഇവിടെ സൗജന്യ ട്യൂഷനും ഭക്ഷണവും നൽകി വരുന്നു. ആവശ്യങ്ങൾ: കറണ്ട് എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി സോളാർ ലൈറ്റ്. 12 ആദിവാസി കുടുംബങ്ങൾക്ക് വീട് അത്യാവശ്യമാണ്. മാർത്തോമ ചിൽഡ്രൻസ് ഹോം തവളപ്പാറ. സ്വന്തമായി വിദ്യാഭ്യാസം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആൺകുട്ടികളെ താമസിപ്പിച്ച് സമീപത്തെ സ്കൂളുകളിൽ പഠനം നിർവഹിക്കുന്ന കോന്നി തവളപ്പാറയിലുള്ള മാർത്തോമ ചിൽഡ്രൻസ് ഹോം പ്രവർത്തനങ്ങളുടെ 23 വർഷം പിന്നിടുന്നു.
16 കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ആവശ്യങ്ങൾ: ഡയറക്ടർ അച്ഛന് താമസിക്കുവാൻ ഒരു ക്വാർട്ടേഴ്സ് അത്യാവശ്യമാണ്. മാർത്തോമ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, കുറുമ്പൻമൊഴി. പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ കുറുമ്പൻമൊഴിയിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമീണ മേഖലയിൽ പഠനത്തിന് സമർത്ഥരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. മോറിയ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, കട്ടച്ചിറ. ചിറ്റാർ പഞ്ചായത്തിൽ തീർത്തും വനത്തിനുള്ളിൽ കട്ടച്ചിറ എന്ന അവികസിത മേഖലയിൽ 2002 ആരംഭിച്ചതാണ് മോറിയ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. കുട്ടികളുടെ സർവോന്മുഖമായ വികസനത്തിന് പ്രാധാന്യം നൽകി പഠനം, പാഠ്യേതര പ്രവർത്തനം, സ്വഭാവ രൂപീകരണം, ആരോഗ്യ മാനസിക വികസനം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ്, ഇടക്കുളം. ജില്ലയിലെ പിന്നോക്ക സ്ഥലങ്ങളിൽ പാർക്കുന്നവർക്ക് അറിവിന്റെ പരിശീലന കേന്ദ്രമായി റാന്നി ഇടക്കുളത്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്ന മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ് 30 വർഷം പിന്നിടുന്നു. ബെത്സെയ്ദ ഹോസ്പീസ് സെന്റർ, മണ്ണാറക്കുളഞ്ഞി. അബുദാബി ഗോൾഡൻ ജൂബിലി പ്രോജക്ടിന്റെ ഭാഗമായി ചേനാട്ടു കുടുംബം ദാനമായി നൽകിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ബെത്സെയ്ദ ഹോസ്പീസ് സെന്റർ 2023 ഡിസംബർ 20 മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി കൂദാശ നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ദൈവകരുതലിന്റെയും കരുണയുടെയും സ്നേഹപ്രവാഹമായി റാന്നി നിലയ്ക്കൽ ഭദ്രാസനം അതിന്റെ ശുശ്രൂഷാ സരണികളെ സ്നേഹത്തിന്റെ നീർച്ചാലുകളിൽ നനച്ച് ഒഴുക്കുകയാണ്. മനുഷ്യന്റെ നിസ്സഹായതയുടെയും നൊമ്പരത്തിന്റെയും പ്രതിസന്ധികളുടെയും ആഴങ്ങളിലേക്കു നീളുന്ന കനിവിന്റെ കരങ്ങളായി, സുവിശേഷത്തിന്റെ മധുരസ്വരമായി, കരുതലിന്റെ തണലിടമായി ഇനിയും താണ്ടുവാൻ ദൂരമേറെയുണ്ട്. തമ്പുരാൻ ഒരുക്കുന്ന വയലേലകളിലേക്ക് നമുക്ക് ചേർന്നു നടക്കാം. ഈ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരാം.